വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുരുവൊക്കെ മാറ്റിയ ശേഷം ഒരു 2 സ്പൂൺ അളവിൽ നാരങ്ങയുടെ ജ്യൂസാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള കുരു മാറ്റിയിട്ടുള്ള ജ്യൂസ്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 6 സ്പൂണോളം തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇടുക. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെ അളവ് കൂടി പോകാൻ പാടില്ല, ഒരു കുഞ്ഞു കഷ്ണം മതിയാകും. ഇനിയാണ് ഇതിലേക്ക് ഒരല്പം അനാർ ചേർത്ത് കൊടുക്കുന്നത്. മാതളം ഒക്കെ പറയുമല്ലോ, ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടുന്നതിനൊക്കെ ഇത് സഹായിക്കും, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മുടെ ലെമൺ ജ്യൂസിന് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ കാണുന്നതിന് നല്ല ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ജ്യൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഒരല്പം വെള്ളം ചേർത്തിട്ടാണ് ആദ്യമേ അതൊന്ന് അരച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു അളവിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. മൊത്തത്തിൽ ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് ജ്യൂസിന് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ ഒരു അരിപ്പ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ജ്യൂസ് കാണുമ്പോൾ തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കായിരിക്കും. ഇത് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചിയുടെ അളവ് ഒരല്പം മാത്രമായിട്ട് ചേർക്കാം കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി ഐസൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തണുപ്പ് പോകുന്നതിന് മുമ്പേ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുമല്ലോ.